2021 റിലീസായ യുവർ ടേൺ ടു ചേസ് ആഫ്റ്റർ മീ എന്ന ഒരു ടൈം ട്രാവൽ റിവെഞ്ച് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഷീയെ കാണിച്ചുകൊണ്ടാണ്. ഷീ അവളുടെ ഫിയാൻസിയായ മോയുടെ കൂടെ അവരുടെ പ്രൈവറ്റ് മൊമെന്റ്സ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോ ആകട്ടെ ഷീയുടെ പേരിന് പകരം മറ്റൊരു പേര് പറയുന്നു. ആ പേരാകട്ടെ കേട്ടപാടെ ഷീയുടെ മുഖഭാവം മാറുന്നു. കാരണം അത് അവളുടെ സഹോദരിയുടെ പേരായിരുന്നു. തന്റെ കൂടെ ഉള്ളപ്പോഴും ഇയാൾ തന്റെ സഹോദരിയെ പറ്റിയാണ് ചിന്തിക്കുന്നത് എന്ന ദേഷ്യം വരുന്ന അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആകപ്പാടെ നിരാശയായി ദേഷ്യത്തിലും സങ്കടത്തിലും ഹോസ്പിറ്റലിന്റെ റൂഫ് ടോപ്പിലേക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് കരുതി പോയി നിൽക്കുന്ന ഷിയയാണ്. അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് അബോർഷൻ ആയിരിക്കുന്നു. അതിന്റെ പേരിലുള്ള സങ്കടമാണ് അവൾക്ക്. അവൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ജിൻ എന്ന ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് എത്തി. ആ കൊച്ചിനെ കൊന്നതേ ഞാൻ തന്നെയാ. അച്ഛനെ മാത്രമല്ല നിന്റെ അമ്മയും ഞാൻ തന്നെയാ കൊന്നതെന്ന് പറഞ്ഞു ഇവളെയും കൊല്ലാനായി റൂഫ് ടോപ്പിന്റെ അവിടെ നിന്ന് ജിൻ തള്ളുന്നു. ഈ ടീം പെട്ടെന്ന് തനിക്ക് നേരെ തന്റെ സ്റ്റെപ്പ് സിസ്റ്ററായ ജിൻ നടത്തിയ ആക്രമണം ആകെ പകച്ചു പോവുകയാണ് ഷീ. അവൾക്ക് ആ അപകടത്തിൽ എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത ദിവസമാണ്. അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ യാതൊരു പരിക്കോ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ ഉന്മേഷവതിയായുള്ള ഷീയാണ് നമ്മൾ കാണുന്നത്. അവളൊരു ഹോട്ടൽ റൂമിലാണ് ഉറക്കം എണ്ണിക്കുന്നത്. ഇത് ഇപ്പൊ ഞാൻ മുന്നേ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാവാതെ അവൾ വേഗം ഫോൺ എടുക്കുമ്പോൾ അതിലെ ഡേറ്റും ടൈമും ഒക്കെ കണ്ട് അവൾ ആകെ അന്തപ്പെടുന്നു. കാരണം അവൾ ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് ആ ഒരു ഇൻസിഡന്റിലൂടെ വന്നിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ആദ്യം അവൾക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമേ ആയിരുന്നില്ല. പക്ഷെ പിന്നീട് ഇത് തനിക്ക് നല്ലൊരു ചാൻസ് ആണ്. തനിക്ക് തന്റെ ലൈഫിൽ നടന്ന തെറ്റുകൾ തിരുത്താനായി പാസ്റ്റിലേക്ക് വന്ന ഈ ഒരു കാര്യം ഉപകാരപ്പെടുമെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന് അവൾ കരുതുന്നു. അന്നത്തെ ദിവസമാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഷീയുടെ കൂടെ ഒരു പയ്യനെ കണ്ടില്ലേ മോ, അവന്റെയും അവളുടെയും കല്യാണം നടക്കുന്നത്. പാസ്റ്റില് ഇവർ വിവാഹം കഴിച്ചു. അങ്ങനെ അവൾക്ക് ഒരു കുഞ്ഞും ഉണ്ടാകേണ്ടതായിരുന്നു. ആ കുഞ്ഞിനെയാണ് ജിൻ കൊന്നത്. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നവൾ ഈ കല്യാണത്തിന് തയ്യാറാകാതെ അവിടെ നിന്ന് മുഹൂർത്തത്തിന് മുന്നേ ഓടിപ്പോകുന്നു. കാരണം അവൻ ആക്ച്വലി തന്നെയല്ല ഇഷ്ടപ്പെട്ടിരുന്നത്, തന്റെ സഹോദരിയായ ഷായയാണ് മോ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അവൾ ആ പോക്കങ്ങ് പോകുന്നത്. അവൾ നേരെ പോകുന്നത് അമ്മയെ കാണാനായിട്ടാണ്. അമ്മയുടെ കുഴിമാടത്തിന്റെ അവിടെ പൂക്കൾ അർപ്പിച്ച് അവൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് മോ അവന്റെ ബോഡി ഗാർഡ്സുമായി എത്തുന്നു. മോ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ സിഇഒ ആണ്. എന്തിനു നീ ഇങ്ങനെ ഓടിപ്പോയത്? വാ, വിവാഹത്തിന് മടങ്ങി വാ, നമുക്ക് വിവാഹിതരാകാമെന്ന് അവൻ പറയുമ്പോൾ അവൾ അതിന് താല്പര്യമില്ല എന്ന് അറിയിക്കുന്നു. നീ എന്നെയാണ് ഇഷ്ടപ്പെട്ടിരുന്നതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ യഥാർത്ഥത്തിൽ നീ സ്നേഹിച്ചത് എന്നെ അല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനി നീയുമായി ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല എന്ന് അവൾ തീർത്തു പറയുന്നു. പക്ഷെ അവളുടെ റിജക്ഷന് അവൻ ആക്സെപ്റ്റൻസ് നൽകുന്നില്ല. തന്റെ ബോഡി ഗാർഡ്സിനോട് ഇവളെ ബലമായി തന്നെ വിവാഹവേദിയിലേക്ക് പിടിച്ചോണ്ട് വരാനായി അവൻ ഉത്തരവ് നൽകുന്നു. ആ ഒരു സമയത്താണ് അവളുടെ പാസ്റ്റ് ലൈഫിലെ ഇവരുടെ വിവാഹ ദിവസം അവൾ ഓർക്കുന്നത്. അന്ന് വെന്യൂവിലുണ്ടായിരുന്ന ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് ഇവൻ തന്നെ പബ്ലിക്കായി നാണം കെടുത്തുന്ന രീതിയിൽ പെരുമാറിയതെല്ലാം അവൾ ഓർത്തെടുക്കുന്നു. അങ്ങനെ അവൾക്ക് തടുക്കാൻ കഴിയാതെ അവൾ വിവാഹവേദിയിലേക്ക് വിവാഹത്തിനായി എത്തുന്നു. പക്ഷെ മുന്നത്തെ പോലെ തന്നെ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇവൻ ആരുടെ മുന്നിൽ ഇവളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാതെ കാര്യമായി തന്നെ പരിഗണിക്കുന്നു. അവനൊരു അർജന്റ് ഫോൺ കോൾ വന്നിട്ടും ഇത് ഇന്ററപ്റ്റ് ചെയ്യാനായി മുന്നേ നമ്മൾ കണ്ട ജിന്നൊക്കെ ശ്രമിച്ചിട്ട് പോലും അവൻ ആ വിവാഹവേദിയിൽ മുൻതൂക്കം കൊടുക്കുന്നത് ഷീക്ക് തന്നെയാണ്. അത് അവളെ അമ്പരപ്പിക്കുന്നുണ്ട്. കാരണം പാസ്റ്റിൽ ഇവൻ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ട് തന്നെ അവഗണിച്ചതായിരുന്നു അവൾക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ്. അങ്ങനെ പിന്നീട് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം അവന്റെ കൂടെ അവൻ സമയം ചെലവഴിക്കുന്ന ടീം മുന്നേ തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായ ടീം ആ ഒരു ഗുഡ് ന്യൂസ് അവനെ അറിയിക്കുമ്പോൾ അതൊരിക്കലും തന്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ് അവൻ ഇവളെ ദേഹോപദ്രവം ചെയ്തത് അവൾ ഓർത്തെടുക്കുന്നു. അവൾ ആ കാര്യം ഇപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ അവള് മാത്രമാണ് ടൈം ട്രാവൽ ചെയ്തു വന്നത്, അത് ഇവനൊട്ട് അറിയുകയുമില്ല. പക്ഷെ അവൾ എന്തുകൊണ്ടാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കുക എന്നവൾ ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും കുഞ്ഞുണ്ടാവില്ല, അത് എനിക്കുള്ള ഒരു തകരാറാണ്, അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഒരു കാര്യമാണ് എന്നത് ഇപ്പോൾ മോ അവളോട് തുറന്നു പറയുന്നു. അത് കേൾക്കുന്ന ഷീക്കറിയാം ഒരിക്കലും ഇവൻ പറയുന്നത് ശരിയല്ല, ഡോക്ടർ ഒരുപക്ഷെ ജിന്നിന്റെ കൂടെ ചേർന്ന് ഇവനോട് കള്ളം പറഞ്ഞതായിരിക്കാമെന്ന്. അതുകൊണ്ട് അവൾ അതിനെപ്പറ്റിയുള്ള സാധ്യത അവനോട് തുറന്നു പറയുന്നു. കാരണം ഓൾറെഡി ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ മരിച്ചു. എങ്കിലും ഇവര് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത് അത് കള്ളമാണെന്ന് മനസ്സിലാക്കുന്ന ഷീ അതിനെപ്പറ്റി പറയുമ്പോൾ ഡോക്ടർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കണോ അതോ ഇവള് പറയുന്നത് വിശ്വസിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു മോ ആ ടൈം ഉണ്ടായിരുന്നത്. എന്തായാലും ഇവനുമായി ഒത്തുപോകാനായി ഷീക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ ഒരു കാരണവശാലും അത് താൻ നൽകില്ല എന്ന് പറയുന്നു. അവൾ പകരമായി അവനോട് ക്യാഷ് ഡിമാൻഡ് ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും ക്യാഷ് കൊടുത്ത് ഇവളെ തന്റെ ജീവിതത്തിൽ
പ്രശ്നത്തിൽ പിടിച്ചു നിർത്താനായി അവൻ തയ്യാറായിരുന്നു. അവളാകട്ടെ ആ കിട്ടിയ കാശ് മരിച്ചുപോയ തന്റെ അമ്മയുടെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അമ്മയ്ക്ക് ബൊട്ടീക്ക് തുടങ്ങണമെന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതറിയാവുന്ന അവൾ അതിനുവേണ്ടിയുള്ള സ്ഥലവും കാര്യങ്ങളും അന്വേഷിച്ചു നടക്കുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് അവൾ അപ്രതീക്ഷിതമായി അവളുടെ ഫ്രണ്ടായിരുന്ന ഷെന്നിനെ കാണുന്നത്. ഷെന്നിനെ ഷീ കണ്ടിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോഴേക്കും ഇവൻ വലിയൊരു സെലിബ്രിറ്റി ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഇവരുടെ കണ്ടുമുട്ടൽ രണ്ടുപേരും ഒന്ന് ആഘോഷിക്കാനായി ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. ആ ടീം അവിടേക്ക് ഷീയെ അന്വേഷിച്ച് മോ എത്തുകയും അവൻ ഇതിന്റെ ഇടയിൽ കയറി പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇതേ സമയം രണ്ട് കാര്യങ്ങൾ മോയ്ക്ക് മനസ്സിലാവുന്നു. ഒന്ന്, ഡോക്ടർ അവനോട് അവന് കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത് തെറ്റായ കാര്യമാണ്. അവൻ ഇപ്പോൾ വീണ്ടും വൈദ്യപരിശോധന നടത്തിയപ്പോൾ അത് തെറ്റാണെന്ന് കണ്ടെത്തുന്നു. രണ്ടാമത്തേത്, അവനൊരു ഫോട്ടോ ലഭിക്കുന്നു. അത് ഈ ഷെന്നും ഷീയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. അത് കണ്ടവൻ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇത് പാസ്റ്റിൽ തന്നെ മോശക്കാരിയാക്കാനായി ജിൻ ചെയ്തൊരു കാര്യമാണെന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന ഷീക്ക് അറിയാമല്ലോ. അവൾ അതുകൊണ്ട് ഇത് ഫോൾസ് ആണെന്ന് മോയോട് പറയുമ്പോൾ ഷെന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തെറ്റായ ഒരു റിലേഷനും ഇല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണെന്ന് മോയോട് പറയുന്നു. മോയുടെ അമ്മയ്ക്ക് തന്റെ മകന്റെ ഭാര്യയായി ഷീ എത്തുന്നതിനോട് തീരെ താല്പര്യമില്ല. അവർക്ക് ജിൻ മോയെ കല്യാണം കഴിക്കുന്നതാണ് ആഗ്രഹം. മോയാകട്ടെ മുന്നേ ഷീയുടെ സഹോദരിയായ ഷായെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ അവളെ പ്രണയിച്ചിരുന്നു. പക്ഷെ അവളിപ്പോൾ ജീവനോടെ ഇല്ല, മരണപ്പെട്ടിരിക്കുന്നു. അവളുമായി പേരിലെ പോലെ തന്നെ രൂപത്തിലും വളരെ സാമ്യമുള്ള ഷീയെ അതിനുശേഷം മോ വിവാഹം ചെയ്യുകയായിരുന്നു ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ അമ്മയും ജിന്നും ചേർന്ന് ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ആക്കാനായി പഠിച്ച പണി 18 നോക്കുന്നു. അതിന്റെ ഭാഗമായി ഷെന്നിന്റെ കൂടെ ഷീ റിലേഷനിലാണെന്ന് വരുത്തി തീർക്കാനായി അത്തരം ചില ഫോട്ടോസ് തെളിവ് സഹിതം കാണിച്ച് അവനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒരു മെസ്സേജ് അയച്ച് ഹോട്ടൽ റൂമിലേക്ക് ഷീയെ എത്തിക്കാനായി ജിൻ ശ്രമിക്കുന്നു. കൂട്ടിന് മോയുടെ സഹോദരിയും ചേരുന്നുണ്ട്. പക്ഷെ ടൈം ട്രാവൽ ചെയ്തു വന്ന ഷീക്ക് പണ്ട് തനിക്ക് നേരെ നടന്ന ഗൂഢാലോചനകളെ പറ്റി നല്ല ധാരണയുണ്ടല്ലോ. അതുകൊണ്ട് അവൾ ഇത്തവണ അത് സംഭവിക്കാതെ ആ മെസ്സേജ് മോയെ കാണിക്കുന്നു. അങ്ങനെ മോയുടെ കൂടെ അവൾ ആ ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോൾ അവന് നേരിട്ട് ബോധ്യപ്പെടുന്നുണ്ട് തന്റെ അനിയത്തിയും ജിന്നും കൂടി ചേർന്നാണ് ഷീക്കെതിരെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. കൂടാതെ മുന്നേ ഷീയുടെയും ഷെന്നിന്റെയും ഒന്നിച്ചുള്ള ഫോട്ടോ കണ്ടതും ഫേക്കാണ്, അതും ഇവർ കെട്ടിച്ചമച്ചതാണെന്ന് അവന് ബോധ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് ഷീയും മോയും സംസാരിക്കുന്ന ടീം എല്ലാവരും പറയുന്നത് ഷായുടെ മരണത്തിന് ഞാനാ കാരണക്കാരിയെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനാണ് അതിന് ഉത്തരവാദിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. ദേഷ്യം വരുന്നവൾ തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവൻ നൽകുന്നേയില്ല. ഞാൻ ഷായെ പോലെ കണ്ടാലുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചത്, അതല്ലേ സത്യമെന്ന് അവൾ ചോദിക്കുമ്പോൾ നിനക്ക് ഡിവോഴ്സ് തരണോ, എന്താണ് സത്യം എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം, ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരാനുണ്ടെന്ന് അവൻ പറയുന്നു. അവളാകട്ടെ പിന്നീടുള്ള തന്റെ സമയമെല്ലാം അമ്മയുടെ ആഗ്രഹപ്രകാരമുള്ള ആ ഒരു ബൊട്ടിക്ക് സാക്ഷാത്കരിക്കുന്നതിന്റെ തിരക്കുകളിലായിരുന്നു. അതിനുള്ള സ്ഥലം മുന്നേ കണ്ടുപിടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് അതിന്റെ പ്രൊമോഷൻ ജോലികൾക്കൊക്കെ മോയുടെ സഹായം ലഭിക്കുന്നുണ്ട്. അത് അവൾ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ അവന്റെ കൂടെ അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവനെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം അവൾ വെളിപ്പെടുത്തി. ഇവർ രണ്ടുപേരും ഒരേ കോളേജിൽ പഠിച്ചതാണ്. അതേ കോളേജിൽ തന്നെയാണ് ഷീയുടെ സഹോദരിയായ ഷായുമുള്ളത്. രണ്ടുപേരും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അന്ന് കോളേജ് കാലഘട്ടം മുതലേ മോയോട് ഷീക്ക് ഒരു താല്പര്യമുണ്ടായിരുന്നു. അവളാകട്ടെ അന്നത്തെ പ്രായത്തിന്റെ ഒരു രസത്തിന് തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഷാ എന്ന രീതിയിലാണ് മോയോട് മിണ്ടിക്കൊണ്ടിരുന്നത്. അവൻ അപ്പോഴേ അവള് മനസ്സിൽ കയറി. അവൻ അറിയില്ലല്ലോ ഇത് ഷീയാണ്, അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ ഷാ അല്ലെന്ന്. പക്ഷെ അതറിയാതെ അവൻ ഷായെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അവനെ ഷാ അസ്ഥിക്ക് പിടിച്ചത്. പക്ഷെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം താൻ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കുന്ന അവന് ആകെപ്പാടെ നല്ല കലി വരുന്നു. അവനത് ഉൾക്കൊള്ളാനേ കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നാളത്തെ പരിശ്രമത്തിന് ശേഷം തന്റെ ബൊട്ടീക്ക് പ്രവർത്തനം ആരംഭിക്കുന്ന ടീം ഷീ വളരെ ഹാപ്പിയായിരുന്നു. അവൾ അവിടെ കുറച്ച് ജോലിക്കാരെയും വെച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോയുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മോ നല്ലൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അവന് ചിലപ്പോൾ ഇവളെ പറ്റി നല്ല മതിപ്പ് തോന്നിയാലോ എന്ന് കരുതി അമ്മ അവരുടെ ഒരു ആളിനെ അവിടെ കസ്റ്റമറായി വിടുന്നു. അവരാകട്ടെ അവിടെ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സൂചി ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നീട് വളരെ ഇന്നസെന്റ് ആയി ഉടുപ്പിൽ നിന്ന് സൂചി കിട്ടിയതുപോലെ അഭിനയിക്കുന്നു. ഇതാണോ നിങ്ങളുടെ ഡ്രസ്സ്, ഇതാണോ ക്വാളിറ്റി, കസ്റ്റമറിന്റെ സേഫ്റ്റിക്ക് എന്തുറപ്പാണ് ഇവിടെ ഉള്ളതെന്നെല്ലാം അവരവിടെ കിടന്ന് സീനുണ്ടാക്കി ഷീയുടെ ആ ഒരു ബൊട്ടിക്കിനെയും വളരെ മോശമായി പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം ഇവരുടെ തന്ത്രമായിരുന്നു എന്നറിയാത്ത ഷീ ആകെ സങ്കടത്തിലാവുന്നു. അവൾ വളരെ ആഗ്രഹിച്ചു തുടങ്ങിയ ഒരു സംരംഭമാണ്. ഒരു ആരോപണം ഈ ബൊട്ടിക്കിന്റെ ഭാവി തന്നെ തകർത്തേക്കാമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നല്ല സങ്കടത്തിൽ അവൾ അവിടെ അടുത്തുള്ള ഒരു
ബാറിലിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യം അവളുടെ തന്നെ ഒരു സ്റ്റാഫ് പറഞ്ഞ് അറിയുന്ന മോ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തുടർന്നും പല കാര്യങ്ങൾ ഷീയെ തകർക്കാനായി അവർ ചെയ്യുന്നുണ്ട്. അതിൽ മിക്കതും മുൻകൂട്ടി മനസ്സിലാക്കി അത് നടക്കാതെ ഷീ മൂവ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് അവളുടെയും കാൽക്കുലേഷൻസ് തെറ്റുന്നു. ഒരു പാർട്ടി നടക്കുന്ന സമയം അതിൽ അവൾ പങ്കെടുക്കാതിരിക്കാനായി ജിൻ അവളെ ടോയ്ലറ്റിൽ ഇട്ട് പൂട്ടുന്നു. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് മോയ്ക്ക് ലഹരി മരുന്ന് നൽകി അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ജിന്നിന്റെ ലക്ഷ്യം. പക്ഷെ അവൾക്ക് അത് ചെയ്യാനായി സാധിക്കുന്നില്ല. മോയ്ക്ക് പകരം അവൾ ഡ്രിങ്ക്സ് അടിച്ചാകെ ഫിറ്റായി മറ്റൊരാളുടെ കൂടെ അന്നത്തെ ദിവസം ചെലവഴിക്കുന്നു. അടുത്ത ദിവസമാണ് അവൾക്ക് അമ്മിളി മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഒരുവിധം തന്നെ ലോക്ക് ചെയ്തിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്കെത്തുന്ന ഷീയെ മോ കാണുകയും അവൾ തനിക്ക് നേരെ മോയെ സ്വന്തമാക്കാനായി ജിൻ ചെയ്യുന്ന കള്ളങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അത് ആദ്യം മോ വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീട് ജിന്നിന്റെയും മോയുടെ അമ്മയുടെയും സംസാരമെല്ലാം മറിഞ്ഞിരുന്ന് റെക്കോർഡ് ചെയ്ത് അത് മോയെ കേൾപ്പിക്കുന്ന ഷീക്ക് അത് അവനെ വിശ്വസിപ്പിക്കാനായി സാധിക്കുന്നു. കാരണം തെളിവ് സഹിതം കാണിക്കുമ്പോൾ വിശ്വസിക്കാതെ മറ്റു വഴിയില്ലല്ലോ. ഇതേ ടീം ഒരിക്കലും മോയെ തനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ജിന്നിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാവുന്നു. താനാണ് ഷായെ കൊന്നതെന്നും മോയ്ക്ക് ഷായോടുള്ള താല്പര്യം മനസ്സിലായി തന്നെയാണ് താൻ അവളെ ഒരു ആക്സിഡന്റ് സൃഷ്ടിച്ച് അതിൽ വകവരുത്തിയതെന്നും ജിൻ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം അത് ഷീയുടെ തലയിൽ കെട്ടിവെച്ചതായിരുന്നു. ഷിയാകട്ടെ തന്റെ സ്വന്തം സഹോദരിയെ കൊന്നു അവളുടെ മരണത്തിന് കാരണക്കാരിയായി എന്ന ആ കുത്തുവാക്കുകളേറ്റാണ് ഇത്രയും നാള് ജീവിച്ചത്. ഇപ്പോൾ അവൾ അതിൽ നിന്ന് മോചിതയാവുന്നു. അങ്ങനെ ഇത്രയും സംഭവങ്ങളായതോടുകൂടി മോയുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ മാറുന്നു. സ്കൂളിൽ വെച്ച് തന്നെ ഇഷ്ടപ്പെട്ടിരുന്ന കെയർ ചെയ്തിരുന്ന പെൺകുട്ടി ഷായാണെന്ന് കരുതിയാണ് അവന് ഷായോട് ഒരു ഇഷ്ടം തോന്നിയത്. പക്ഷെ അത് ഷായല്ല, തന്റെ കൂടെ ഇപ്പോഴുള്ള ഷിയാണെന്ന് മനസ്സിലാക്കി അവൻ അവളെ തന്റെ ട്രൂ ലവ് ആയി അക്സെപ്റ്റ് ചെയ്യുന്നു. കൂടാതെ അവൾക്കെതിരെ തന്റെ അമ്മയും തന്നെ ഇഷ്ടപ്പെടുന്ന ജിന്നും ഒക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും കൂടി മനസ്സിലാക്കുന്ന അവൾ ഇനി ഒരിക്കലും അവൾ വേദനിക്കാൻ പാടില്ലെന്ന് കരുതി അവളുടെ എന്നെന്നും താങ്ങായി തണലായി കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞ് വീണ്ടും അവളുടെ കൂടെ ഒന്നിച്ചൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാനായി ആഗ്രഹിച്ചവൻ അതിനെപ്പറ്റി അവളോട് സംസാരിക്കുന്നു. അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ഇത്തവണ അവൾക്ക് അത് റിജക്ട് ചെയ്യാനായി കഴിയുമായിരുന്നില്ല. കാരണം രണ്ടുപേരുടെയും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞ് വളരെ ശാന്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവളും അത് അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും ഒന്നാകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ തന്റെ പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്തു വന്ന ഷീക്ക് അവളുടെ ജീവിതത്തിൽ നടന്ന മോശമായ കാര്യങ്ങളെല്ലാം തിരുത്തി എല്ലാം പോസിറ്റീവ് ആക്കാൻ കിട്ടിയ ഒരു നല്ല അവസരമായിരുന്നു അത്. എല്ലാവർക്കും ഇതുപോലെ ഒരു അവസരം കിട്ടിയാൽ എത്ര നല്ലതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.